ഒരു പ്രാവശ്യം കൂടെ ഈ കൂട്ടായ്മയിൽ വരുവാനും കർത്താവിന്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാനും ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഈ സഭയിലെ എല്ലാ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യനായ പാസ്റ്റർ വിൻസെന്റ് ജോസഫ് തന്റെ കുടുംബം അവരെ കർത്താവ് കൃപയിൽ നിലനിർത്തുകയും ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തോമസ് കുട്ടി പാസ്റ്റർ ഈ പ്രദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇപ്പോൾ കർത്താവ് ശുശ്രൂഷയിലായിരിക്കുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. നാട്ടിൽ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ഇടയായ ദിവസങ്ങളെയും ഓർമ്മ കർത്താവിന്റെ ദാസൻ ഓർമ്മിച്ചതുപോലെ ഈ രാജ്യത്ത് പലപ്പോഴും വരുവാനും ദൈവത്തിന്റെ വചനം പങ്കിടുവാനും ഒക്കെ ലഭിച്ചിട്ടുള്ള നല്ല നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നിട്ടുണ്ട്. തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് തിരിയാം. രണ്ട് വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. ഒന്ന് 3:1, 2 5:1. 1 യോഹന്നാൻ ദൈവമക്കള് പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം അറിയുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. യേശുവിനെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആമേൻ. കർത്തദാസന്മാർ, എനിക്ക് സമയം ധാരാളം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു പ്രസംഗം പറഞ്ഞു വിടാതെ നിലനിൽക്കുന്ന ഒരു ദൈവവചന ധ്യാനത്തിന് വേണ്ടി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവമക്കളാകുക എന്ന വിലയേറിയ പദവി വലിപ്പം നമ്മൾ മറന്നു പോകരുത്. ദൈവമക്കളുടെ മക്കളാണ് ഇന്നിവിടെ ഇരിക്കുന്നവരിൽ ഏകദേശം പകുതി പേരെന്ന് ഞാൻ അങ്ങ് ഊഹിക്കുന്നു. ദൈവമക്കളുടെ മക്കൾക്ക് ഈ പദവിയെ കുറിച്ച് വേണ്ടത്ര അറിവ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് അവരെ പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെടുത്തിയെങ്കിലേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ലോകമക്കളായി പാപത്തിലും ശാപത്തിലും ദൈവത്തെ അറിയാതെ നടന്ന ഒരാള് യേശു കർത്താവിനെ കുറിച്ച് കേട്ട് യേശു കർത്താവ് തനിക്ക് വേണ്ടി മരിച്ചു എന്ന് അറിഞ്ഞ് താനായിട്ട് തന്റെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിച്ച് ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കുമ്പോഴുള്ള ആ ഒരു ഫ്രഷായ ആ അനുഭവം, അത് ഭയങ്കരമാണ്. ഭയങ്കര അനുഭവം. എന്നാൽ അദ്ദേഹത്തിന്റെ മക്കള് അത്രയും അക്കാര്യത്തിൽ ഡീപ്പാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആകാമല്ലോ, അതിനാണല്ലോ ദൈവത്തിന് കേൾക്കുന്നത്. അപ്പോ പുതുതായിട്ട് വന്നവരായാലും 3-ാം തലമുറയിൽ നിന്ന് വന്നവരായാലും നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു വലിയ പദവിയിലേക്കാണ്. അത് നിങ്ങൾ അറിയണം. അത് നിങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാണി നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം
എന്താണ് ആ വചനത്തിന്റെ അർത്ഥം? ആ വചനം ഒന്നുകൂടി ഒന്ന് വായിക്കും. യോഹന്നാൻ എന്ന വൃദ്ധനായ മനുഷ്യൻ സഭാജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവമക്കളായതിന്റെ ആ വലിപ്പം, ആ പദവിയുടെ മഹത്വം നിങ്ങൾ അറിയാതിരിക്കരുത്. കാണുക, നോക്കുക, നിങ്ങൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇതാവും നമുക്ക് എത്ര വലിയ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ലളിതമായ കാര്യമാണ് പറയുന്നത്, പക്ഷെ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവമക്കളായതിൽ ദൈവത്തിന്റെ പങ്ക്, അതാണ് ആ വാക്കിൽ പറഞ്ഞത്. നിങ്ങൾ ദൈവമക്കളായതിൽ ദൈവത്തിന്റെ പങ്ക്. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകും. ദൈവത്തിന്റെ മഹാസ്നേഹത്താലാണ് നമ്മൾ ദൈവമക്കളായത്. മനസ്സിലായെങ്കിൽ കരങ്ങൾ ഇനി അതിനകത്ത് നമ്മുടെ പങ്ക് 5 ചോദ്യം. നമ്മുടെ പങ്കെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. വേറൊന്നുമില്ല, വിശ്വസിച്ചു. ഈ വിശ്വാസം കുടുംബപരമാണ്. ഈ വിശ്വാസം വ്യക്തിപരമാണ്. വിശ്വാസം സഭ മൊത്തത്തിലും വിശ്വസിക്കുകയല്ല, വ്യക്തിപരമായിട്ട് വിശ്വസിക്കുക. അപ്പൊ ഒരാളെ വ്യക്തിപരമായിട്ട് വിശ്വസിക്കണമെങ്കിൽ പ്രഥമമായിട്ട് ആ ആളെ അറിയണം. അറിയത് എങ്ങനെ വിശ്വസിക്കുന്നത്? കേരളത്തിൽ കൂടെ വണ്ടി പിടിച്ചു പോകുമ്പോൾ 4 കൂടിയൊക്കെ അവയിൽ ഒരു പോലീസുകാരൻ നിൽക്കും. അങ്ങനെ സ്റ്റോപ്പ് നൽകിയ ബോർഡ് ഉയർത്തി കാണിക്കുമ്പോൾ ഞാൻ വണ്ടി നിർത്തും ഉറപ്പാണ് എന്നോർത്ത് എനിക്ക് അങ്ങനെ അറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു സ്നേഹവും ഇല്ല. അപ്പൊ അനുസരിക്കുന്നതും സ്നേഹിക്കുന്നതും രണ്ടുകണ്ട. ദൈവത്തെ ഭയമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം ഇടി വെട്ടുമ്പോൾ പേടി വരില്ല. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന അധികമൊന്നുമില്ല. പോലീസിനെ അനുസരിക്കുന്നത് പോലീസിനോട് സ്നേഹമുള്ളൂ. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ അറിയരുത്. പേഴ്സണലായിട്ട് കർത്താവിനെ അറിയുന്നതാണ് ഇതിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. വ്യക്തിപരമായി യേശുവിനെ അറിയും. ദൈവമക്കളാകുക എന്നതിനകത്ത് നമ്മുടെ പങ്ക് എന്ത് എന്ന് ഞാൻ ബാലപാഠം ഇവിടെ എടുക്കുക. എന്തിനാണെന്നറിയോ? ഇന്ന് ഒരാൾ പുതുതായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങേര് സത്യം റിയലൈസ് വേണം പോകാൻ. ഇനി ഇന്ന് പുതുതായിട്ട് വന്നവർ മാത്രമല്ല സത്യം അറിയേണ്ടത്. ഞാൻ പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും സത്യം അറിയുന്നതല്ല. ഞാൻ പലയിടത്ത് പഠിപ്പിച്ച് അനുഭവിക്കുന്ന പറഞ്ഞു, എന്നെ ഒന്നുകൂടെ ദാനപ്പെടുത്താവോ ഈ ആഴ്ചകളിൽ. അത് ഇപ്പോഴാ കാര്യം മനസ്സിലായത്. നമുക്ക് നേരത്തെ എന്തിനാ ദാനപ്പെട്ടത്? അത് പിന്നെ പറയാം. അപ്പോ ദൈവമക്കളാകുക എന്നതിനകത്ത് എന്താണ് പ്രധാനം? ജ്ഞാനമാണോ? ഒരിക്കലും. ദൈവമക്കളാകുക എന്നുള്ളതിനകത്ത് പ്രധാനം എന്താ? വെള്ളമെടുപ്പിടുന്നാണോ? ഒരിക്കലും. ദൈവമക്കളാകുക എന്നതിനകത്ത് പ്രധാന ഘടകം എന്തോ? യേശുവിനെ അറിയുന്നു. നോക്കി 1 യോഹന്നാൻ 5:12. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. എന്തൊരു വാക്യമാണ് ഇതൊക്കെ! നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാലേ രക്ഷയുള്ളൂ. സഭയിൽ പോണവർക്ക് ജീവനുണ്ടെന്നല്ല, ചാരപ്പെട്ടവർക്ക് ജീവനുണ്ടെന്നല്ല. പുത്രനുള്ളവന്, യേശു ക്രിസ്തു ഇപ്പൊ കൂടെ ഉള്ളവര്, യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിബന്ധമുള്ളവര് എന്തുണ്ട്? ജീവനുണ്ടല്ല, നമുക്ക് ജീവനില്ല. പേഴ്സണലായിട്ട് യേശുവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ ഏത് സഭയിലിരുന്നാലും ഒരു പുറകിലിരുന്നാലും മുമ്പിലിരുന്നാലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രസക്തി.
വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഇതൊക്കെ യോഹന്നാൻ തന്നെ ചെയ്തു. വിശ്വസിച്ചാൽ പോരാ, പുത്രൻ ഉള്ളവന് എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് ഇപ്പോൾ പേഴ്സണൽ റിലേഷൻ ഉള്ളവൻ മാത്രമാണ് ദൈവ മകൻ. അത് തന്നെയാണ് മുമ്പേ കേട്ടത്, വാക്കിംഗ് വിത്ത് ജീസസ്. അപ്പോ 5 കൊല്ലം മുമ്പ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും പ്രയോജനം. നിലവിലുള്ള ബന്ധമാണ് പ്രധാനം. അപ്പൊ ഇതിനകത്ത് യേശുവിനെ പേഴ്സണലായിട്ട് അറിയുക എന്നത് അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുവിനെ അറിയുക, പേഴ്സണലായിട്ട് അറിയുക. അവിടെ നിന്നാണ് ദൈവമക്കൾ എന്ന ആ പദവി ിലേക്ക് നാം പ്രവേശിക്കും. അതിന്റെ ഭാരമാണ് കിടക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9, 10, 11, 12 വാക്യമുണ്ട്. എനിക്ക് തെറ്റിപ്പോയി. യോഹന്നാന്റെ സുവിശേഷം. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 12-ാം വാക്യമാണ് ഇപ്പൊ വായിച്ചത്. എന്നാൽ 12-ാം വാക്യത്തിൽ ഈ പറഞ്ഞ അവനെന്ന് പറഞ്ഞ ആളാരാ? അവനെ കൈക്കൊണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യം കാണാതെ പഠിച്ചാലൊന്നും ദൈവമക്കളാകത്തില്ല. അവൻ, അപ്പൊ ഈ അവൻ ആരാണെന്ന് 1-ാം വാക്യത്തോട്ട് പറഞ്ഞിട്ട് അത് പറഞ്ഞു. അവൻ ആരാണെന്ന് 1-ാം വാക്യത്തോട്ട് നോക്കണം. അവൻ വചനമാണ്, അവൻ ദൈവമാണ്, അവൻ മനുഷ്യനായി അവതരിച്ചവനാണ്, അവൻ വെളിച്ചമാണ്. ഇങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി 9-ാം വാക്യത്തിൽ നോക്കി, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പിന്നെ അവൻ ലോകത്തിലുണ്ടായിരുന്നു. അവൻ ആര്? യേശു ലോകത്തിലുണ്ടായിരുന്നു. എന്നുണ്ടായിരുന്നു? ശ്രദ്ധിച്ചേ, വേദോസം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രദ്ധിച്ചു വായിച്ചോ. ഇപ്പൊ ഒരാള് ജീവചരിത്രം എഴുതുക. അപ്പൊ ബിജെപി ഒരാള് ജീവചരിത്രം എഴുതുക. അദ്ദേഹം 51 ജനിച്ചു എന്ന് പറഞ്ഞ് ആണ് തുടങ്ങുന്നതെങ്കിൽ 45 അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതുന്നു. എഴുതുന്ന ആൾക്ക് എന്തോ അസുഖമുണ്ടെന്ന് വ്യക്തമല്ല. ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് എഴുതാനാ സുവിശേഷകന്റെ പേന കൊടുത്തിരിക്കും. സുവിശേഷകൻ പറയുക അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ആ വാക്യം മനസ്സിലായി? അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ആര്? യേശു. അപ്പൊ 1-ാമത്തെ ക്രിസ്തുമസിന് മുമ്പ് യേശു ഇവിടെ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുമസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായിട്ട് തോന്നുന്നു. അയ്യോ, അപ്പൊ അവൻ എന്നാ ജനിച്ചേ? അവൻ ആരോഗ്യമില്ലാത്തവനാണ്. അവൻ മനുഷ്യാവതാരം ചെയ്ത ഡേറ്റാണ് ഈ പറയുന്നത്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്നു. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോകാൻ പറ്റുന്നവര് yourmanna.com പോയി നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മുഴുവൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. CD ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആകാൻ പോവുകയാണ്. ഒരു 100 CD മേടിക്കേണ്ടി വരുമെന്ന് മാത്രം. ദൈവത്തിന്റെ വചനം മനുഷ്യർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സകല കുഴപ്പത്തിന് കാരണം എനിക്ക് മനസ്സിലായത്. പുസ്തകം തന്നെ ചുവന്നുകൊണ്ട് പോകുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. സകലത്തിന് വായിച്ചിട്ട് കിടക്കാനേ നേരമുള്ളൂ. അത് തന്നെ വായിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ബൈബിൾ ഇപ്പൊ ഞാൻ മേടിച്ചിട്ട് നോക്കിയാൽ നടുഭാഗം മാത്രം തടിച്ചിരിക്കുന്ന എന്നാ ഉപയോഗം മുഴുവൻ ആ ഭാഗത്താണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന പുതിയ നിയമത്തിന്റെ പശ പോലും പോയി. ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാതെ എങ്ങനെ ആത്മീയമായി വളരും? എന്റെ സാറേ, ഞങ്ങൾക്ക് സമയമില്ല, തിരക്കേറിയ ജീവിതമാ. ഓക്കെ, എങ്കിലും ദൈവത്തിന്റെ വചനത്തിന് സമയം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ സമയം ഉണ്ടാവും.
നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത് നിന്റെ കണ്ണു തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ധ്യാനിക്കുക. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. അടുത്ത വാചകം, ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകത്തെ ഉണ്ടാക്കിയവനാണ്, ലോകം അവനെ അറിഞ്ഞില്ല. പക്ഷെ ലോകം അവനെ അറിഞ്ഞു. എന്തുകൊണ്ട് അറിഞ്ഞില്ല? അവൻ മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നിരുന്നില്ല. മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നിരുന്നില്ല. അവനിവിടെ ഉണ്ടായിരുന്നു. അവനിവിടെ ലോകത്തെ ഉണ്ടാക്കിയത്. പക്ഷെ ലോകത്തിന് അവനെ മനസ്സിലായി. അടുത്ത വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവിടെയാണ് ഇപ്പോഴവൻ സ്വന്തത്തിൽ വന്നു. സ്വന്തമായൊരു മനുഷ്യവേഷം എടുത്തു. എത്ര മനോഹരമായിട്ട് അതിലിരിക്കുന്നു. അവൻ മനുഷ്യവേഷം എടുത്തു. സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. പക്ഷേ യഹൂദന്മാരാണ് സ്വന്തം. അവർ അവനെ എന്ത് ചെയ്തില്ല? സ്വീകരിച്ചു. അടുത്ത വാചകമാണ്, അവനെ കൈക്കൊണ്ട്. അപ്പോഴതിന്റെ അർത്ഥം മനസ്സിലായി. സ്വന്തക്കാര് കൈക്കൊള്ളാതെ തള്ളിക്കളഞ്ഞ അവനെ, ലോകത്തെ ഉണ്ടാക്കിയ അവനെ, ലോകത്തിൽ ഉണ്ടായിരുന്ന അവനെ, മനുഷ്യാവതാരം ചെയ്ത അവനെ, സ്വന്തം ജനം തള്ളിക്കളഞ്ഞ അവനെ നീ സ്വീകരിച്ചാൽ നിന്നെ ദൈവം സ്വീകരിക്കും. മനസ്സിലായി? ഒരിക്കലൂടെ കൈകൾ ഉയർത്തുക. ലോകം തള്ളിക്കളഞ്ഞവനെ സ്വീകരിക്കുക, ഇതാണ് പ്രമാണം. അപ്പൊ ഒരു ചോദ്യം, ലോകം തള്ളിയവനെ നീ സ്വീകരിച്ചാൽ നിന്നെ ലോകം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ലോകം തള്ളിക്കളഞ്ഞ അവനെ നീ സ്വീകരിച്ചാൽ ലോകം നിന്നെ പകയ്ക്കും. യേശു പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ, ബാക്കി പറഞ്ഞ ആശ്ചര്യപ്പെടരുത്, അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കും. ലോകം തള്ളിയവനെ നാം സ്വീകരിച്ചാൽ നമ്മെ ലോകം തള്ളും. ഇന്നുവരെയും യേശുവിനെ പേഴ്സണലായിട്ട് ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഈ വചന കേൾവി അനുഗ്രഹമായി. യേശുവേ, അങ്ങ് ദൈവമാണ്, അങ്ങ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, അങ്ങ് മനുഷ്യാവതാരം ചെയ്ത രക്ഷകനാണ്. അങ്ങയെ ഞാൻ എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണ പ്രാർത്ഥന ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് അത്ഭുതമൊന്നും നടക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക് സർവശക്തൻ ഇറങ്ങി വരും. നിങ്ങൾ ദൈവത്തിന്റെ മകനായി, നിങ്ങൾ ദൈവത്തിന്റെ മകളായി തീരും. പെട്ടെന്ന് ഇവിടെ ഒന്നും നടക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദൈവമക്കളല്ല. ഈ അധികാരം ഉപയോഗിച്ച് യേശുവിനെ വ്യക്തിപരമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളവർ മാത്രമാണ് ദൈവം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തെ ഇനി മുതൽ നിയന്ത്രിക്കുന്നത് യേശു കർത്താവ്. എന്റെ ജീവിതത്തിന്റെ ക്യാപ്റ്റൻ ഇനി തൊട്ട് കർത്താവ്. യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കും. എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ഞാൻ യേശുവിനെ സമർപ്പിക്കും. അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിതത്തിന് ഒരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു ഉത്തരവാദിയുണ്ട്. നിന്റെ കൈക്ക് അവൻ പിടിക്കും, വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കും. മഹിമാസന്നതയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തും, അവസാനത്തോളം നടത്തും. വഴിയിൽ അവൻ ഉപേക്ഷിക്കുകയില്ല. അവൻ ഒരാളുടെ കയ്യെ പിടിച്ചാൽ അവൻ വിട്ടിട്ട് പോകുന്നവനല്ല. ജീവിതം ഇന്ന് രാവിലെ കർത്താവിനെ, ഈ രാത്രിയിൽ കർത്താവിന് വിട്ടുകൊടുക്കുക. പൂർണ്ണമായി യേശുവിനെ സമർപ്പിക്കുന്നതാണ് ദൈവമക്കൾ എന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം. അങ്ങനെ ദൈവമക്കളായവരാണല്ലോ ഇവിടെ ഇരിക്കുന്നവര്. ഇനിയും അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുകയാണ്. അങ്ങനെ ദൈവമക്കൾ ആയ നമ്മൾ തുടർന്ന് അടുത്ത പടിയിലേക്ക് കടക്കണം. അടുത്ത പടി ജ്ഞാനമാണ്. അടുത്ത പടി ഏതെങ്കിലും ഒരു സഭയിൽ ബന്ധപ്പെടുകയാണെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ബാഹ്യമായ ചടങ്ങുകളുടെ കാര്യമല്ല നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മുടെ അകത്ത് ഇന്നർ മാൻ,
നമ്മുടെ ആത്മീക മനുഷ്യനിൽ വരുന്ന അടുത്ത പടിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ സത്യം അംഗീകരിച്ചവരൊക്കെയും വേഗത്തിൽ തന്നെ കർത്താവായ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിക്കേണ്ടതാകുന്നു. അങ്ങനെ സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ കർത്താവിനോട് കൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും പുതു മനുഷ്യനായി തീരുകയും ചെയ്യുന്നു എന്നതാണ് വചനത്തിന്റെ വെളിപ്പാട്. നമുക്ക് എന്നാൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെ വായിക്കും. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാത്ത കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചർച്ച, വെളിച്ചത്തിനും ഇരുളോടെന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിലെ വിഗ്രഹങ്ങളോട് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാവും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിന്റെ പുത്രീ പുത്രന്മാർ ആകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കും. ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആദ്യത്തെ പുത്രനും ഈ പുത്രനുമായി. മലയാളത്തിൽ രണ്ട് ഏറെക്കുറെ ഒരുപോലെയാണ് കിടക്കുന്നത്. പക്ഷേ ഒറിജിനൽ പഠിക്കുമ്പോൾ യോഹന്നാൻ 1:12 ചിൽഡ്രൺ, എന്നാൽ 2 കൊരിന്ത്യർ 6:17 സണ്ണ. ചിൽഡ്രൻ ആയിട്ട് തുടരാനാണോ പ്ലാന്? കൊച്ചുങ്ങളെ നമുക്ക് ഇഷ്ടം, പക്ഷെ കൊച്ചുങ്ങൾ എന്നും കൊച്ചുങ്ങളായിട്ടായിരുന്നു ഇഷ്ടം. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ചിരിക്കുകയും കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോട്ടുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് രസാന്ന് അറിയാം. അതുകൊണ്ടല്ലേ നമ്മൾ ഇവരെ എവിടെ ഇരുത്തിയിരിക്കും. എന്നാൽ നിങ്ങളൊക്കെ എവിടെ ഇരുന്ന് തോണ്ടാൻ തുടങ്ങിയാൽ അത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും എനിക്കൊക്കെ തോണ്ടലില്ലേ? കാണുന്നില്ലെന്നേ ഉള്ളൂ. ഈ LKG UKG പഠിപ്പിക്കുന്നവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം. അല്ലാതെ കോളേജിലല്ല, കോളേജിൽ അവർ പഠിപ്പിക്കും. ഇപ്പൊ പിള്ളേർ മൊത്തം പഠിച്ചു പോയി. കാര്യം തന്നെ അവർക്ക് മാസത്തിൽ LKG കാര്യം കൊടുക്കണം. ഒരു 2 ഇരിക്കും ജോലി. കൂടപ്പുറ കംപ്ലൈന്റ്, എന്നെ അവൻ നോക്കി, എന്നെ അവൾ തോണ്ടി. ഈ കംപ്ലൈന്റ് സഭയിലുണ്ടെന്ന് നോക്കിയ കുഴപ്പം, നോക്കിയില്ല കുഴപ്പം. എന്ന് നോക്കാൻ ഞാൻ അതിലെ പോയപ്പോ പുള്ളിയെ നോക്കിയില്ലേ? എന്നാ പിന്നെ നിനക്കന്നെ നോക്കാമല്ലേ? LKG അപ്പോ പല സഭകളിൽ LKG കംപ്ലൈന്റ് എപ്പോഴും കംപ്ലൈന്റ്. LKGയിലൊക്കെ സാറന്മാർ ടെക്നിക്ക് ഉപയോഗിച്ചായി പിള്ളേരെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു കൊടുക്കുക, കൈ കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ വരെ തന്ത്രങ്ങളിലൂടെ ആയിക്കൊണ്ടാണ്. മക്കൾ എന്ന പദവിയിലേക്ക് വളരുക നമുക്ക് ആഗ്രഹമുണ്ടോ? അതോ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ജോലി കഴിഞ്ഞോ ഇനി എങ്ങനെ എനിക്ക് അവധിയില്ല? ഇതൊക്കെ വിശാല മനുഷ്യന്റെ കണ്ടുകിട്ടി കാര്യങ്ങളോ? എനിക്കൊന്ന് ആഗ്രഹമായി വളരണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് എങ്ങനെയും ഒരു ഗവൺമെന്റ് ആവാൻ ഇത് ആരും കണ്ടുകിട്ടി എനിക്ക് മനസ്സിലാവുന്നു.
ഞാൻ ദൈവത്തിന്റെ ദൂത് പറയുക. നീ സഭ ഒന്ന് എന്തിനാണെന്നറിയാമോ? ക്രിസ്തു എന്ന തലയോളം വളരുവാണ്. വളർത്താനാണ് ശിശുവിടെ മല വെച്ചിരിക്കുന്നത്. എഫേസ്യർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ക്രിസ്തു എന്ന തലയോളം മല വളർത്താനാ ദൈവ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സൂര്യന്മാരെ, ഇടയന്മാരെ വെച്ചിരിക്കുന്നത്. ദൈവമക്കളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, വേർപെട്ട് ജീവിക്കുന്നതിലൂടെ നിങ്ങൾ മക്കളായി തീരും എന്നാണ് ഈ 14, 15, 16, 17 അധികം കണ്ടത്. വേർപെട്ട് ജീവിക്കുന്നതിലൂടെ നിങ്ങൾ മക്കളായി തീരും. നോക്കൂ, അവിടെ ചില വ്യത്യസ്തതകൾ കാണിച്ചിരിക്കുന്നു. അവിശ്വാസി വിശ്വാസി, നീതി അധർമ്മം, വെളിച്ചം ഇരുള്, ക്രിസ്തു ബലിയാൽ, ദേവാലയം വിഗ്രഹം, 7 കാര്യം. വിശ്വാസി അവിശ്വാസി, നീതി അധർമ്മം, വെളിച്ചം ഇരുള്, ക്രിസ്തു ബലിയാൽ, ദേവാലയം വിഗ്രഹം. ഇങ്ങനെ ചേരാൻ മേലാത്ത സാധനങ്ങളുണ്ട്. ഭൂമിയിൽ ചേരാൻ മേലാത്ത സാധനമുണ്ട്. അതിനെ ചേർക്കരുത്. വേർപാടെന്ന് പറയുന്നത് ഏത് സഭക്കാരാണ് തുടങ്ങി? വേർപാട് സഭക്കാരാണ് അല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ആര് വേർതിരിച്ചു? ദൈവം വേർതിരിച്ചു. കല്യാണം നടത്തിയിട്ട് തീരാമേരത്തെ കല്യാണം നടത്തുന്ന കാലത്ത് ചെറുക്കനെ പെണ്ണെ കൂടെ പിടിച്ച് ബലത്തെയായിട്ട് നിർത്തിച്ച് പറയും, ദൈവം യോജിപ്പിച്ചതിനെ മറ്റേ വേർതിരിക്കരുത്. ഞാൻ ഇന്നൊന്നും തിരിച്ചു പറയാൻ പോകും. ദൈവം വേർതിരിച്ചതിനെ മറ്റു യോജിപ്പിക്കരുത്. മനസ്സിലായില്ല? മനസ്സിലായോ? ദൈവം എന്താ വേർതിരിച്ചത്? വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വേർതിരിച്ചതിനെ മറ്റേ യോജിപ്പിക്കരുത്. വേർപാട് ഒരു സഭക്കാരെ കണ്ടുപിടിച്ചതാണ് ദൈവം വെച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സമയം എടുത്ത് വായിക്കണം, ധൃതി പിടിച്ച് വായിക്കണം, ഓർമ്മ വായിച്ചാൽ വേർപാടിനെ കുറിച്ച് 7 കാര്യം പറഞ്ഞു. വേർപാട് സഭക്കാരുടെ വകയല്ല, ദൈവം വെച്ചത്. ദൈവം വെച്ചത് വേർപാടെന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒന്നിനും ശക്തി. പെരിയാറിങ്ങനെ ഒഴുകി വരിക. പെരിയാർ കേരളത്തിലെ നദിയാണ്. അതിങ്ങനെ ഒഴുകി ഇതിനെ അലഞ്ഞിരിച്ച് നടക്കുക. അതിനെ നടുക്ക കൊണ്ട് കെട്ടി ഡിസിപ്ലിൻ ചെയ്തു. ഇപ്പൊ എന്താ പവറാണ്? ഇപ്പൊ അതിന് കറണ്ടുണ്ടാക്കും. പവർ അത് തുറന്നു വിടുമ്പോ ആരോട് ചെയ്യുക? അതിലോട്ടുള്ളവരെല്ലാം മാറിക്കുക. നേരത്തെ ഇപ്പൊ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇതുപോലെ തന്നെ അച്ചടക്കം ചെയ്താൽ ശക്തിയുണ്ട്. വേർപെട്ട സഭ പവർഫുൾ ചർച്ച. അതുകൊണ്ടാണ് പ്രവാചകൻ നോക്കിയിട്ട് പറഞ്ഞത്, ഇതാ അടിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, ഇവനോട് മന്ത്രവാദം ചെയ്ത ഫലിക്കത്തില്ല, കാരണം അവൻ വേർപെട്ട ജനമാണ്. വേർപെട്ട് നിന്നാൽ നീ ശക്തനായി. നിന്നെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആഭിചാരം യാതൊരു വലിക്കത്തില്ല എന്നല്ല, വേർപെട്ടവർ വലിക്കത്തില്ല. മന്ത്രവാദം വിശ്വാസിക്കേണ്ടതില്ല. എവിടെ വേണം ഇപ്പൊ പഠിക്കാൻ, എവിടെ വേണം ജീവിച്ചു, ഒരു കുഴപ്പമില്ല. വേർപെട്ടവൻ അതിനൊന്നും തൊടാൻ ആർക്കും പറ്റത്തില്ല. പിശാച് വട്ടം കളിക്ക് നടന്നിട്ട് ലജ്ജിച്ച് തിരിച്ചു പോകും. വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ട് തോറ്റ ആരുമില്ല. വേർപാടിന് വേണ്ടി നിന്നിട്ട് പരാജയപ്പെട്ട ആരുമില്ല. കോംപ്രമൈസ് ചെയ്യരുത്. എന്നാ ഈ വേർപാടെന്ന് പറഞ്ഞ അവിടെ നമുക്ക് തെറ്റുപറ്റില്ല. വേർപാടെന്ന് പറയുന്നത് വേഷഭൂഷാദികളല്ല, സ്വഭാവമാണ്. തെറ്റിദ്ധരിക്കരുത്, ക്ലിയർ ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ ഒരു എയർപോർട്ടിൽ ഞങ്ങൾ ഇരിക്കുക. ഈ യാത്ര മുമ്പ് അത് അമേരിക്കയിൽ കാനഡയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു എയർപോർട്ടിൽ എത്തണം. അതിന് ഒരു ഫ്ലൈറ്റ് ഇറങ്ങിക്കണം.
പലരും വന്നു. ആ എയർപോർട്ടിൽ ഞങ്ങൾ 3-4 മണിക്കൂർ ഞാൻ ബൈക്കോട്ട് നന്നായി കഴിക്കുന്നു. അപ്പോ എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിക്കാമെന്ന് ഓർത്ത് അതിനകത്ത് തന്നെയുള്ള ഒരു സംഭവത്തിനകത്ത് പോയി അവിടെ പോയി മേടിച്ചു. ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന ചെറിയ ടേബിളെ വന്നിരുന്നു. ഇതിന് പതുക്കെ മനസ്സിൽ സ്വതന്ത്രം ചെയ്ത് ചിക്കനാ ഇങ്ങനെ വേറൊന്നും കിട്ടുന്നില്ല, അതിന് കഴിച്ചോണ്ടിരിക്കുക. അപ്പോ ഒരു ബ്ലാക്ക് ഫാമിലി അവരിച്ച് കഴിഞ്ഞപ്പോ അതിന് തോന്നാൻ കൂട്ടുമണിക്ക് എനിക്ക് ആ ഭഗവതയുടെ തലമുടി, അവരുടെ മെടി, അങ്ങേരുടെ പാചകം എല്ലാം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മനുഷ്യരെന്താ തീർന്നെന്ന് ഓർക്കുക. കാരണം ഞാൻ കേരളത്തിലല്ലേ വളർന്നത്. ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഞങ്ങളുടെ അപ്പുറത്തെ ടേബിളിൽ ഇരുന്നിട്ട് 5 മിനിറ്റ് പരത്തേണ്ടത് പ്രാർത്ഥിച്ചു. കണ്ണു നിറഞ്ഞാ പ്രാർത്ഥിക്കുന്നു. എന്റെ ആ കൊങ്ങച്ചു മറന്നാലും ഇടിഞ്ഞു താഴെ. ദൈവം എന്നോട് ചോദിക്കാം, നീ കണ്ടോ? നീ മനസ്സിൽ ഓർമ്മയിലേക്ക് വിളിക്കല്ലോ. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചു, നിനക്ക് ഈ പ്രോഗ്രാമിൽ ഡ്രസ് ഇഷ്ടപ്പെട്ടു? ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പ്രാർത്ഥന എന്നെ ടച്ച് ചെയ്തു. അഥവാ അവരെന്നെ സ്വന്തത്തിൽ ഒന്നും ഞാൻ പോയി. കാരണം ഞാൻ കേട്ടിട്ടില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സകല ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഉള്ളവർ സ്വന്തത്തിൽ കാണും പോകാനിരിക്കും. അതുകൊണ്ട് നമ്മളും അങ്ങനെ ഉൾപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു. കൾച്ചറെല്ലാം കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് കിടന്ന് മാറ്റോപ്പാട് കാണിക്കും. സ്വഭാവം മാറുന്നില്ലല്ലോ. കുശുമ്പ് കുറഞ്ഞിട്ടുണ്ടോ? അസൂയ കുറഞ്ഞിട്ടുണ്ടോ? പക ഞാൻ പറയുന്നില്ല കൂടുതൽ. ചതിക്കുന്ന സ്വഭാവം മാറിയിട്ടില്ല, പക്ഷെ ഉടുപ്പ് മാറുന്നില്ല. വെള്ളയാ. പ്രിയപ്പെട്ടവരെ, വേറെന്താണെന്ന് പറയുന്നത്? ബിഹേവിയറില്ല. പക്ഷെ മാന്യമായ ഡ്രസ് നിങ്ങളെല്ലാം വളരെ ഇല്ല, മാന്യമായിട്ട് ഡ്രസ് ഉപയോഗിക്കുന്നു, വളരെ സംഭവം. പക്ഷെ ഇതുകൊണ്ട് പൂർണ്ണമായൊന്നും ധരിക്കരുത്. ഭാര്യയെ അപമാനിക്കുകയും വേഷം നന്നായിരിക്കുകയും ചെയ്താൽ ദൈവം അംഗീകരിക്കുമോ? ഭർത്താവിനെ അനുസരിക്കാതിരിക്കുകയും വെള്ള പുതയ്ക്കുകയും ചെയ്താൽ ദൈവം അംഗീകരിക്കുമോ? അത് എന്താ പ്രാർത്ഥന ഈ പങ്കെടുത്ത് വരുന്നത്? എന്നെ അവിടെ ഇഷ്ടമാകണോ? ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും അല്ല ഞാനീ പറയുന്നത്. കപടഭക്തരായ ഒരു സമൂഹത്തെ അല്ല നമ്മൾ വളർത്തെടുക്കേണ്ടത്. സ്വഭാവത്തിന് മാറ്റം വരുന്നതാണ് യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത്. അരുതാത്ത പണം എന്റെ പേര് വരരുത് എന്ന തീരുമാനമെടുക്കുമ്പോൾ വേർപെട്ടവൻ. മറ്റൊരുത്തരെ ഞാൻ വേദനിപ്പിക്കുകയില്ല, അവൻ എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ നീ വേർപെട്ടവനാണ്. തെറ്റായ ആരാധനയിൽ നിന്ന് വേർപെടണം, തെറ്റായ പഠിപ്പിക്കൽ നിന്ന് വേർപെടണം, തെറ്റായ ഭക്ഷണ രീതിയിൽ നിന്ന് വേർപെടണം. ദാനിയേൽ ബാബിലോണിൽ ചെന്നപ്പോൾ അവിടുത്തെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് നല്ലതാണ്, റോയൽ ഫുഡാണ്. കഴിക്കാൻ കിട്ടിയ ഒരു അവസരമോ എത്ര നല്ലവൻ മതിയായത് എന്നെ കരുതുന്ന കർത്തനമെന്ന് പറഞ്ഞ് കഴിച്ചപ്പോൾ പിതാക്കന്മാർ ദൈവത്തിന്റെ ബലവാസം കഴിച്ചപ്പോൾ എനിക്കത് കഴിക്കാൻ പാടില്ല, നീ കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ അശുദ്ധി വരും. വേർപാട്. ജോസഫ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്ന് കൊടുത്തു. സന്ദർഭത്തിൽ അവൻ അടുത്തില്ല, പാത്ര പ്രദേശത്ത് അപ്പനില്ല, അമ്മയില്ല. ഓ ദൈവത്തിന്റെ വഴി എന്നല്ല പറഞ്ഞത്, എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്നാ പറഞ്ഞത്, എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്നാ പറഞ്ഞത്. അതാണ് വേർപാട്, അതാണ് വേർപാട്. വേർപെട്ട മക്കളാകുക.
3. ഒന്ന് പത്രോസ് 1-ാം അധ്യായം 14-15 വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ആമേൻ. അനുസരണമുള്ള മക്കളായി. 3-ാമത്തെ സ്റ്റേജ് അനുസരണമുള്ള മക്കൾ. 1 വിശ്വാസത്തിന്റെ മക്കൾ, 2 വേർപെട്ട മക്കൾ, 3 അനുസരണമുള്ള മക്കൾ. ഇവിടെ ഇരിക്കുന്ന പലരും മക്കളുള്ളവരാണ്. അവർക്കറിയാൻ വീട്ടിൽ അനുസരണമുള്ള മക്കളെ അനുസരണമില്ലാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കൾ അനുസരണമുള്ള മക്കളാകണം എന്ന ദൈവത്തിന്റെ വചനം ശക്തമായി പ്രബോധിപ്പിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിക്കാം. പണ്ട്, അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളുടെ അജ്ഞാനകാലത്ത്, അതായത് അറിവില്ലായ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാം. മോഹങ്ങളെ അനുസരിച്ചാണ് മറ്റു മനുഷ്യർ ജീവിക്കുന്നത്. മോഹങ്ങളാണ് അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. ആ ഫോഴ്സ് മാറിയിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്, നിങ്ങളെ നയിക്കുന്നത് കർത്താവായിരിക്കും. നിങ്ങളെ വിളിച്ച വിശുദ്ധനോത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. അപ്പോഴാണ് അനുസരണമുള്ള മക്കളായി. എന്തനുസരിക്കണം? 1 ദൈവത്തിന്റെ വചനം അനുസരിച്ച്. ഇതേ ലേഖനത്തിൽ പത്രോസ് അക്കാര്യം പറയുന്നുണ്ട്. വചനം അനുസരിക്കായികയാൽ അവർ ഇടറിപ്പോകും, അതിനായി അവരെ വെച്ചുപിരിക്കും. അപ്പൊ അനുസരിക്കേണ്ടത് വചനം. 2 എന്തനുസരിക്കണം? ഗലാത്യർ 4:16 5:16 എന്ന് എനിക്ക് ഓർമ്മയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കും. 5:16 ആണോ? നോക്കി. അതെ, മതി. അനുസരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ, അനുസരിക്കേണ്ടത് ദൈവവചനത്തെ. നമ്പർ 3 അനുസരിക്കേണ്ടത് 3. നിങ്ങളെ നടത്തുന്നവരെ. എബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുകയും. മതി. 3 കാര്യം പറഞ്ഞു. അനുസരണമുള്ള മക്കൾ. 1 വചനം അനുസരിക്കണം, 2 പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, 3 ദൈവദാസന്മാരെ അനുസരിക്കണം. വചനം വായിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. വചനം പ്രസംഗിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളത്. വചനം പൂജിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളത്. വചനം റെസ്പെക്റ്റോടെ വെക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ദിനംതോറും വചനം വായിക്കുമ്പോൾ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട മെത്തേഡ്? നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ കർത്താവേ, ഞാൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ എന്നെ കാണിച്ചു തരണമേ എന്ന മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കാമോ? എങ്കിൽ വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ആരും പൂർണ്ണരല്ല. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ അനുസരണം തികഞ്ഞു വരും. കർത്താവ് അനുസരണത്തിൽ നിന്ന് അനുസരണത്തിലേക്ക് കൈപിടിച്ച് നടന്നു. പുത്രൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്നൊരു വാക്യമുണ്ട്. എന്തൊരു വാക്യം അതൊക്കെ! പുത്രൻ അങ്ങനെയാണ് നമ്മുടെ കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായിട്ട് പറയാം,
ദൈവത്തിന്റെ വചനം അനുസരിക്കണം. അത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, അത് അനുസരിക്കാനുള്ളതാണ്. 2, പരിശുദ്ധാത്മാവ് പാടാൻ മാത്രമുള്ളതല്ല, അന്യഭാഷ പറയാൻ മാത്രമുള്ളതല്ല, അനുസരിക്കാൻ. ആത്മാവിനെ അനുസരിക്കാത്ത നീ അന്യഭാഷ പറഞ്ഞാൽ എന്താ പ്രയോജനം? ആത്മാവിനെ അനുസരിക്കുക. 3, നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കുക. നടത്തുന്നവരുണ്ടോ? ഉണ്ട്. നടത്തുന്നവരുണ്ടെങ്കിൽ നടക്കുന്നവരുണ്ട്. ദൈവം ആക്കി വെച്ച അധ്യക്ഷന്മാരെ അനുസരിക്കണം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി. പൗലോസിന്റെ എഴുത്തുകൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കുട്ടനെ ഒരു ചോദ്യം മനസ്സിൽ വരും, അവര് ശരിയല്ലല്ലോ, അവിടെ ഇരിക്കുന്നു. കണക്ക് ബോധിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് കണക്ക് പറഞ്ഞോളൂന്ന്. അവര് കണക്ക് പറയും ദൈവത്തോട്. നീ അവരെ അനുസരിക്കുക, അവര് ദൈവത്തെ അനുസരിച്ചോളൂ, ഇല്ലെങ്കിൽ ദൈവം കൈകാര്യം ചെയ്തോളൂ. ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അനുസരിക്കുന്ന മക്കളായി നമുക്ക് തീരാം. അനുസരിക്കുന്ന മക്കളായി നമുക്ക് തീരാം. 4-ാമത്തെ കാര്യം, റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഏതാണ് 4-ാമത്തെ കാര്യം? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവമക്കൾ. അപ്പോൾ ദൈവമക്കളുടെ അടുത്ത പടി, അടുത്ത സ്റ്റെപ്പ്, വിശ്വാസി വന്ന് സ്നാനപ്പെട്ടു, സഭ കൂടുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ അകത്ത് ഈ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറണം. ആത്മാവിനാൽ നടത്തപ്പെടും. ഇതൊരു വലിയ വിഷയമാണ്. അത് മാത്രം എടുത്ത് പഠിക്കേണ്ടതാണ് എന്ന് ഞാൻ വളരാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു. നിങ്ങൾ നോട്ട് എഴുതിയെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് എഴുതിയിട്ടേക്കുക. എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഒരുങ്ങുന്നു. ദൈവം അതിനൊക്കെ നമുക്ക് അവസരങ്ങൾ തരും. നമ്മൾ സഭയിൽ തുടരുകയാണെങ്കിൽ എല്ലാത്തിനും ദൈവം അവസരം തരും. ആത്മാവിനാൽ നടത്തപ്പെടുക എന്നത് പ്രഷ്യസ് അനുഭവമാണ്. 14-ാം വാക്യം വായിക്കോളൂ, ഞാൻ വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അവിടെ നിൽക്കണം, എന്നിട്ട് തിരിച്ചു ചോദിക്കണം, അല്ലാത്തവരോ? അല്ലാത്തവർ ദൈവത്തിന്റെ മക്കളല്ല എന്ന് ഈ വാക്യം തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ യേശുവിനെ കൈക്കൊണ്ടു, ശരിയാണ്. സ്നാനപ്പെട്ടു, ശരിയാണ്. സഭ വരുന്നു, ശരിയാണ്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ കണക്ഷൻ വിട്ടുപോയ പട്ടം പോലെയാണ്. കടപ്പുറത്തൊക്കെ ഉണ്ടിപ്പോ പണ്ടെല്ലായിടത്തും ഉണ്ടായിരുന്നു പട്ടം പറപ്പിക്കുന്നത്. ഒരു നൂലയിൽ അതിനെ കയറ്റിവിടും. ഇതിനെ ഇങ്ങനെ കയറ്റിവിട്ടാൽ നല്ല രസമാണ്. പക്ഷെ ഈ ചരട് മുറിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ കാര്യം പോയി. ഇതുപോലെ കൺട്രോൾ സ്റ്റേഷനുമായി ബന്ധമില്ലാത്ത ഫ്ലൈറ്റ്, എയർക്രാഫ്റ്റിന്റെ അവസ്ഥയാണ്. കൺട്രോൾ സ്റ്റേഷനുമായി ബന്ധമില്ലാത്ത എയർക്രാഫ്റ്റ് ആകാശത്തിലൂടെ കറങ്ങിയാൽ എന്ത് സംഭവിക്കും? എത്രനാൾ കറങ്ങും? ഇന്ധനം തീർന്നു പോവുകയും. ആത്മാവിനാൽ നടത്തപ്പെടാത്ത ഒരു ഗതികൂട്ടുകാരന്റെ അവസ്ഥ എത്രയോ കഷ്ടമാണ്. അവൻ എങ്ങോട്ടാ പോകേണ്ടത് നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഇതൊരു ഡീപ് ക്ലാസ് ആണ്. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്താണ് അതിന്റെ രഹസ്യം കിടക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ 1 മുതൽ വായിച്ചു വന്നാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവങ്ങൾ കാണാം. പല പല വ്യക്തികളെ കാണാം. പത്രോസിനെ കാണാം, പൗലോസിനെ കാണാം, ഫിലിപ്പോസിനെ കാണാം, പലരെ കാണാം. അതുപോലെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് ഒരുങ്ങാം. കർത്താവ്. 5-ാമത്തെ കാര്യം എഫേസ്യർ 5:1.
അഞ്ചാമത്തേത് ദൈവമക്കൾ എന്ന പദവിയിൽ അഞ്ചാമത്തേത് പ്രിയമക്കളാണ്. പ്രിയമക്കളാണ്. പ്രിയമക്കളൊന്നും ആകണ്ട എന്റെ കൊച്ചുവാർത്ത. മക്കളെങ്കിലും ആയല്ലോ എന്നാണോ മനസ്സിൽ പറഞ്ഞത്? എന്നാ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആഗ്രഹം പറയട്ടെ. നിങ്ങൾ പ്രിയമക്കളാണോ ദൈവത്തിന് ആഗ്രഹം? അതിനെന്നാ ചെയ്യട്ടെ? അതിന് ചെയ്യേണ്ട കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. എഫേസ്യർ 5:1 പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുകയാണ് ഒന്നാമത്തെ മാസം. അനുകരിക്കുക. എന്താ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ? അദ്ദേഹം ചെയ്യുന്നത് പോലെ ചെയ്യുക, അദ്ദേഹം പോകുന്നത് പോലെ പോവുക, ഇമിറ്റേറ്റ് ചെയ്യുക. കേരളത്തിലെ ചെറുപ്പക്കാര് അവരാരാധിക്കുന്ന വ്യക്തികളെ പോലെ ഡ്രസ് ധരിക്കും. അവരാരെ ആരാധിക്കുന്നു അതുപോലെ മുടിവെട്ടും. മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെ, സച്ചിനെ പോലെ ഒക്കെ ടീഷർട്ട് ഇടുകയും മുടി വെട്ടുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഈ പുള്ളി ആ ആളുടെ ആരാധകനാണ്. യേശു കർത്താവിനെ ആരാധിക്കുന്നവൻ അവനെ പോലെ ആകുവാൻ ആഗ്രഹിക്കും. അനുകരിക്കുന്നവരാണ് ദൈവത്തിന്റെ പ്രിയ മക്കൾ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. ആറാമത്തെ കാര്യം, 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കും. ആറാമത്തെ കാര്യം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ഇങ്ങനത്തെ 2 കാര്യം. വളരെ ലളിതമാണ്. 5:9 സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്ന മക്കളാണ്. സമാധാനം ഉണ്ടാക്കുന്ന മക്കളാണ്. വാക്യം ഇങ്ങനെയാണ്: അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. വിശ്വസിച്ചാൽ പോരാ, ജ്ഞാനപ്പെട്ടാൽ പോരാ. ചില പ്രവർത്തികളിലൂടെയാണ് നമ്മൾ ദൈവമക്കളാണ് തെളിയുന്നത്. നമുക്ക് ആ പ്രവൃത്തി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും ബാധിക്കുന്ന കാര്യം സമാധാനം ഉണ്ടാക്കുന്നവരാണ്. ഒന്ന് ചോദിച്ച് സ്വന്തം മനസ്സിനോട്, ഞാനൊരു പീസ് മേക്കർ ആണോ പ്രോബ്ലം മേക്കർ? ഏത് വീട്ടിലും സമാധാനം ഉണ്ടാക്കാൻ ഒരാൾ കാണും, സമാധാനം കെടുത്താൻ 2 പേരും. ഞാൻ സഭാശുശ്രൂഷയിലായിട്ട് 33 കൊല്ലമായി. ഈ സമാധാനം കെടുത്താൻ വേണ്ടി തന്നെ ചിലര് എല്ലാ സഭയിലും ഉണ്ട്. ഞാൻ ആദ്യം ആ സഭയിലും, അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ അയച്ചപ്പോ അവിടെ പേര് മാത്രമല്ലോ, ഇപ്പം ചാടിയായിരുന്നു, ഇവിടെ തോന്നുകൂട്ടിയായി. ഇവിടെ ഉള്ളവർ ചാടി വല്ലതും ഉണ്ടോ? ഞാനിങ്ങനെ ഭാരപ്പെട്ട ഇത് അവിടെയുള്ളതാണോ ഇവിടെ ഉണ്ടല്ലോ. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ അത് 2%. സമാധാനം ഉണ്ടാക്കുന്ന 90% ഉള്ളതുകൊണ്ടാണ് നീ നിലനിൽക്കുന്നത്. ഓ, അതെനിക്ക് വലിയ ആശ്വാസം. അപ്പൊ ഞാൻ അങ്ങനെ നമ്മൾ കാര്യം അറിയുമ്പോൾ നമ്മുടെ കണ്ണു മാറും, കാഴ്ചപ്പാട് മാറും, സത്യം അറിയും. ശരിയില്ലേ? ഭൂരിഭാഗം പേരും ഭീഷണിക്കേണ്ട. അത് എന്തൊരു ആശ്വാസം. ഒരു പ്രോബ്ലം വരുമ്പോഴേ പുറത്തു പോയി പ്രാർത്ഥന, അതൊന്നും ധാരാളം കാര്യമില്ല, വിഷമിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചോ കേട്ടോ. സമാധാനം ഉണ്ടാക്കുന്ന കുറച്ച് പേര് കാലത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നവരെ കുറിച്ച് ഞാൻ പഠനം നടത്തി. ആ ഒരു വീട്ടിൽ പ്രോബ്ലമാണ്. അവർക്ക് സമാധാനം ഇല്ല, ഇവിടെ സ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ചെയ്യേണ്ട അവർക്ക് കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഹിറ്റ്ലർ ആരായിരുന്നു എന്ന് പഠിക്കുമ്പോൾ ഭയങ്കര പ്രോബ്ലത്തിൽ നിന്ന് വന്നയാണ്. പല വിധത്തിൽ തകർന്ന ആളുകളാണ്. അവർക്ക് പ്രോപ്പർ കൗൺസിലിംഗ് കിട്ടാത്തത് കൊണ്ടാണ്.
ചെയ്യേണ്ട സമയമല്ല. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം, ഈ വാക്യം ശരിയാണോ? മത്തായി 5:1. ഒരു വ്യാഖ്യാനം വേണ്ട, ഇതിനിപ്പോ ഉടനെ ഗ്രീക്കൊന്നും നോക്കട്ടെ, മലയാളത്തിൽ ഇത് തന്നെ ഗ്രീക്ക്. ഈ അനുസരിക്കാൻ വരാതെ വന്നാൽ ഉടനെ പറയും നമുക്ക് ഗ്രീക്ക് നോക്കാം. അതിന്റെ ആവശ്യമില്ല. ഇന്നത്തെ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കും. അതിൽ എത്ര പേര് പിടിയിൽപ്പെടും? ജ്ഞാനപ്പെട്ടവരെന്നല്ല എന്റെ ചോദ്യം. സമാധാനം ഉണ്ടാകും. എവിടെ? വീട്ടിൽ, സഭയിൽ, ഓഫീസിൽ, ബസ്സിൽ, ട്രെയിനിൽ, എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കുന്ന ഒരാള് വന്ന വ്യത്യാസം അറിയാം. വർത്തമാനത്തിൽ അതറിയാം, പ്രസംഗത്തിൽ അതറിയാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്നെ അങ്ങനെയാണ്, എന്നെ ഒരു അതാണ് യഥാർത്ഥ ദൈവമക്കൾ കേട്ടോ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഐതിഹ്യക്കാരാണ് ദൈവമക്കൾ എന്തെങ്കിലും ചെറുതെ കയറി ചാടി കയറി പറയുന്നത്. ഈ തിരികെ വചനപദത്തിലാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ, മെച്യൂർഡ് സൺ എന്ന് വിളിക്കപ്പെടും. 7ാമത്തെ കാര്യം, 7 കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു. 7ാമത്തെ കാര്യം ഇതിനേക്കാൾ ടഫാണ്, ഇപ്പൊ പറഞ്ഞതിനേക്കാൾ ടഫാണ്. 5-ാം അധ്യായം 43, 44, 45. കൂട്ടുകാരനെ സ്നേഹിക്കായെന്നും ശത്രുവിനെ പകയ്ക്കായെന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തീരേണ്ടത് തന്നെ. നമുക്കൊന്ന് മനസ്സിലാക്കാം, ഗ്രഹിക്കാൻ വേണ്ടി ഒന്നുകൂടെ വായിക്കാം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തീരണമെങ്കിൽ എന്നാ ചെയ്യണം? കൂട്ടുകാരനെ എന്നാ ചെയ്യണം? കൂട്ടുകാരനെ ശത്രുക്കളെ സ്നേഹിക്കും. ശത്രുക്കളെ കൂട്ടുകാരുടെ അല്ല, ശത്രുക്കളെ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഇതാണ് കെയിലെന്ന് അറിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാറുള്ളൂ. കെയില് മുറിക്കരുത്. ഇതാണ് സ്റ്റാൻഡേർഡ്. ഇതാണ്. അപ്പൊ 10 കൊല്ലം വിശ്വാസിയായിട്ട് നിന്നാൽ ഈ വളർച്ചയിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. 20 കൊല്ലം കഴിയുമ്പോഴത്താവല്ലോ 10 കൊല്ലം കൊണ്ട് എത്തിയില്ലെങ്കിൽ. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാ? വർഷം കൂടുന്തോറും ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരികയാണോ അതോ ചീത്ത സ്വഭാവം വർദ്ധിച്ചു വരിക? ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. ഒരാള് 20 കൊല്ലം സഭയിൽ ഇരുന്നാൽ ഈ 20 കൊല്ലം കൊണ്ട് ഒരു ദൈവവചനം കേട്ടു. സ്വഭാവത്തിൽ എന്തൊരു മാറ്റം വരണല്ലേ? വിശുദ്ധിയില്, സ്നേഹത്തില്, ക്ഷമയില് ഒക്കെ വർധനവ് വേണ്ടേ? അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കേട്ടതെല്ലാം എതിരെ പോയി. നമുക്ക് പരിശോധിക്കാൻ പ്രിയതേ, കേട്ടവചനം നമുക്ക് ശിക്ഷാവിധി കാരണമായി തീരാതിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരണമെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഞാനത് മനസ്സിലാകുന്ന പോലെ വായിക്കുക ഒന്നുകൂടെ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം ഉള്ളവരായി തീരുക, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ശത്രുക്കളെ സ്നേഹിച്ചു. റോമർ 5:8 നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമർ 5:6, 7, 8, 9. അപ്പൊ അവൻ ശത്രുക്കളെ സ്നേഹിച്ചു. അവൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുരിശിൽ വെച്ച് തന്നെ കുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി കുരിശെ കിടന്നോട് പ്രാർത്ഥിച്ചു, പിതാവേ അവർ ചെയ്യുന്നതിന് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ശത്രുക്കളെ സ്നേഹിച്ചത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം നമുക്ക് ജന്മനാ കിട്ടിയിട്ടില്ല. അത് വളർത്തിയെടുക്കാനാണ് നമ്മൾ സ്നാനപ്പെട്ടതും ഈ സഭയെ വന്നത്. ഉപവാസ പ്രാർത്ഥന
കൺവെൻഷൻ, ബൈബിൾ സ്റ്റഡി, കാത്തിരിപ്പ് യോഗം, ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഈ സ്വഭാവ രൂപീകരണമാണ്. സ്വഭാവ രൂപീകരണം ഇല്ലെങ്കിൽ സഭ മാറിയത് കൊണ്ട് എന്ത് പ്രയോജനം? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാണീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ മഹാസ്നേഹമാണ് നമ്മളെ ദൈവമക്കളാണ്. ആ സ്നേഹത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മുടെ തലയെ കുനിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ശ്രേഷ്ഠമായ പദവിയാണ് ദൈവമക്കൾ എന്ന പദവി. എന്നാൽ ആ പദവിയിലെ ഒന്നാമത്തെ പടിയിൽ നിന്നുകൊണ്ട് ജീവിതം പാഴാക്കാതെ വളർച്ചയിലേക്ക് നമുക്ക് കയറാം. ഓരോ പടികാലെടുത്ത് വെച്ച് കയറാം. കർത്താവ് വരാൻ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആ പഴയ കാലത്തിന്റെ ഒന്ന് രണ്ട് അടികൾ കരങ്ങൾ അടിച്ച് നമുക്ക് ചേർന്ന് പാടാം. ദൈവസ്നേഹമേ,